لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله ബഹുമാനരായ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയുമുണ്ട്. അതിലേറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി തന്നു എന്നതാണ്. കാരണം സ്വർഗത്തിൻ്റെ വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന വഴിയല്ല, മറിച്ച് അത് പ്രയാസം നിറഞ്ഞ കുടുസതയുള്ള വഴിയാണ്. എന്നാൽ നരകത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വളരെ സുഖകരമായ വഴിയാണ്, വിശാലമായ വഴിയാണ്, വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരം ഹദീസുകളാണല്ലോ. അതായത് ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതും പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതുമായ ഹദീസുകൾക്കാണ് സാധാരണ നമ്മൾ ഹദീസ് എന്ന് പറയാം. എന്നാൽ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ നേർക്ക് നേരെ പറയുന്ന വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. ആ ഹദീസിൽ കാണാൻ കഴിയും, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു. അപ്പോൾ സ്വർഗ നരകങ്ങൾ മുമ്പേ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു വിഭാഗം അത് അല്ലാഹു മഹ്ശറിൽ പിന്നീട് ഹിസാബിന് ശേഷം സൃഷ്ടിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് വിശുദ്ധ ഖുർആനെതിരാണ്. കാരണം ഉഇദ്ദത്തുൽ മുത്തഖീനെന്നും ഉഇദ്ദത്തുൽ കാഫിരീനെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ? ഒഴിഞ്ഞു വെക്കുക എന്നാണ്, മാറ്റിവെച്ചതാണ്. അപ്പോൾ നേരത്തെ തന്നെ കാഫിരിങ്ങൾക്കും മുത്തഖീങ്ങൾക്കും വേണ്ട സങ്കേതം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഹദീസിൽ ഒന്നുകൂടെ തെളിവാണ്, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അല്ലാഹു തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു. അർസല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇലൽ ജന്ന, എന്നിട്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. അള്ളാഹ് സൃഷ്ടിച്ച ആ സ്വർഗമാകുന്ന ആരാമം, ആ സങ്കേതം, അത് ആദ്യമായി കാണാൻ അള്ളാഹിൻ്റെ ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടി പോവുകയാണ്, ഒരു പടപ്പ് പോവുകയാണ്. ആരാ പോണത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു, നീ സ്വർഗം പോയിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിലുള്ള പരവതാനികളും അരുവികളും അവിടെയുള്ള കമനീയമായ സുഖ സൗകര്യങ്ങളും കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കണ്ണ് തള്ളിപ്പോയി, കണ്ണഞ്ചിപ്പോയി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് അള്ളാഹിനോട് പറയുന്ന സത്യസന്ധമായൊരു വാക്കുണ്ട്. ഒരു ക്യാമറയുടെ മുമ്പിൽ ഷൂട്ടിംഗ് പോയിന്റിൽ വെച്ച് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സീരിയൽ നടൻ താൽക്കാലികമായി പറയുന്ന ഒരു ചപ്പടാച്ചി വർത്താനമല്ല അത്, അതങ്ങനെയുള്ളൂ. അതൊരു താൽക്കാലിക വർത്താനമാണ്. ആ ഡയലോഗ് സ്ക്രിപ്റ്റിനനുസരിച്ച് സംസാരിക്കുക, പൈസ വാങ്ങി പോക്കറ്റിലിട്ട് പോവുകയാണ്. ഇതല്ല, ഇത് സത്യസന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പോയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. ഫബിഇസ്സതിക, നിൻ്റെ പ്രതാപം തന്നെയാണ് അല്ലാഹുവേ സത്യം
ഈ സ്വർഗമാണ് നിൻ്റെ അടിമകൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെങ്കിൽ മാറ്റിവെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും ഇത് ആഗ്രഹിക്കാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സുഖമാണ് നീ അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അങ്ങനെയാണല്ലേ, എന്നാൽ ശരി, രണ്ടാമത് ഒന്നും കൂടി പോയി സ്വർഗത്തിന് നോക്ക്, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നും കൂടി അഭിപ്രായം പറയുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതും സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വർഗത്തിലേക്ക് പോയി നോക്കുമ്പോൾ പിന്നെ അവിടെ കാണുന്നത് സ്വർഗത്തിൻ്റെ സുഖങ്ങളല്ല, പിന്നെ സ്വർഗത്തിന് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാകിയ മഖാരികളാണ്. മഖാരികൾ, ഫഹ്ഫത്ത് ബിൽ മഖാരിയ. അള്ളാഹു തആല സ്വർഗത്തിനോട് പറഞ്ഞു, ഫഹ്ഫത്ത് ബിൽ മഖാരിയ, സ്വർഗമേ നീ അതിൻ്റെ മുകളിൽ ത്യാഗം കൊണ്ട് വലയം ചെയ്യും. അപ്പോൾ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോകുമ്പോൾ സുഖസൗകര്യങ്ങൾ കാണുന്നില്ല, പിന്നെ കാണുന്നത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ആ വഴി നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നെട്ടിപ്പോയി, ബേജാറായിപ്പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അള്ളാഹു തആലയോട് സത്യസന്ധമായി വീണ്ടും പറയുന്നു, യാ റബ്ബ് ഫബി ഇസ്സതിക, റബ്ബേ നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ഈ സ്വർഗമാണ് നീ സൃഷ്ടിച്ചു വെച്ചതെങ്കിൽ, നിൻ്റെ അടിമകൾക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സ്വർഗത്തിൽ പോകുന്ന ഒരാളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? അത്രത്തോളം ത്യാഗങ്ങൾ കൊണ്ടാണ്, പ്രയാസങ്ങൾ കൊണ്ടാണ് നീ സ്വർഗം മൂടി വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, നീ നരകത്തിലേക്ക് പോയി നോക്ക്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം കാണുകയാണ്. നരകത്തിൽ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷകളും അതിൻ്റെ വ്യത്യസ്ത മുറകളും കാഠിന്യങ്ങളും അതിൻ്റെ അപകടകരമായ അവസ്ഥകളും കണ്ട് ഭയവിഹ്വലനായി ബേജാറായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വബി ഇസ്സതിക, അതിൻ്റെ പ്രതാപം തന്നെയാണ് റബ്ബേ സത്യം, ഈ നരകമാണ് നീ നിൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പോകാൻ ആഗ്രഹിക്കില്ല. ആദ്യം പറഞ്ഞെന്താണ്? സ്വർഗത്തെപ്പറ്റി ആദ്യം പറഞ്ഞെന്താണ്? ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും ഇത് ആഗ്രഹിക്കാതിരിക്കുകയില്ല എന്നാണ്. എന്നാൽ നരകത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? റബ്ബേ ഇതാണ് നീ ഒരുക്കി വെച്ചതെങ്കിൽ ഈ നരകത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയില്ല. അത്ര കഠോരമായ ശിക്ഷകളാണ് നീ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അങ്ങനെയാണല്ലേ, ശരി, എങ്കിൽ ഇനി രണ്ടാമത് നീ ഒന്നും കൂടെ തിരിച്ചു പോ. അപ്പോഴേക്കും അള്ളാഹു തആല നരകത്തിനോട് കൽപ്പിച്ചു, സ്വർഗത്തിനോട് കൽപ്പിച്ചത് എന്താണ്? ഫഹ്ഫത്ത് ബിൽ മഖാരിയ, നീ ത്യാഗം കൊണ്ട് വലയം ചെയ്യണമെന്നാണ്. പിന്നെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിനോട് പറഞ്ഞു, ഫഹ്ഫത്ത് ബിൽ ഷഹവാത്ത്, നരകമേ നീ ദേഹേച്ഛകൾ കൊണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മോഹങ്ങൾ കൊണ്ട് നീ അതിനെ വലയം ചെയ്യും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിൻ്റെ മുകളിലേക്ക് എത്തി നോക്കുമ്പോൾ നരകം കാണുന്നില്ല, പിന്നെ കാണുന്നത് എന്താ? നരകത്തിലേക്കുള്ള വഴിയാണ്. അതേതാ വഴി? ഏതൊരു മനുഷ്യൻ്റെ മനസ്സും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒട്ടനേകം കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു നരകം മൂടി വെച്ചിട്ടുള്ളത്. ഇത് കണ്ട് തിരിച്ചു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞെന്താ? ഈ നരകമാണ് നീ ഒരുക്കി വെച്ചതെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പ്രവേശിക്കാൻ കൊതിക്കുകയില്ല, അത്ര ഭയാനകരമാണ്. അതേ ആൾ ഷഹവാത്തുകൾ കണ്ടുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറയണത്, വബി ഇസ്സതിക, നിൻ്റെ പ്രതാപം തന്നെയാണ് റബ്ബേ സത്യം, ഈ നരകമാണ് നീ നിൻ്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളെയും എനിക്കെൻ്റെ ഭാവനയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വർഗം നരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ടൊരു ആശ്വാസവാക്കും ലളിതമായ ചിന്തകൾ കൊണ്ട് ഓട്ടയടക്കാൻ പറ്റുന്ന സംവിധാനങ്ങളല്ല. നമ്മളൊക്കെ തൗഹീദിലാണ്, ഞാനൊക്കെ പണ്ടേ മുജാഹിദാണ്, അൽഹംദുലില്ലാഹ് എനിക്ക് കുറച്ചൊക്കെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ അക്കും ഭാഗത്തിലൊന്നും നോക്കണില്ല, അത് ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും അള്ളാഹു തആല എന്തായാലും അങ്ങനെ ആക്കൂല, നരകത്തിലൂടെ ഇനി കുറച്ചു കാലം ഞാൻ നരകത്തിൽ പോയാലും തൗഹീദുള്ളതുകൊണ്ട് സ്വർഗത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ആശ്വാസ വചനങ്ങൾ നമ്മുടെ ദേഹേച്ഛയും പിശാചിൻ്റെ ദുർബോധനവും വഴി നമുക്കുണ്ടാവും. ആശ്വസിക്കാൻ പറ്റില്ല. മറിച്ച് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, ഈ നരകത്തിൽ രക്ഷപ്പെടാൻ നാം ജീവിതം, അള്ളാഹു തആല നൽകിയ ഈ ചെറിയ ജീവിതത്തെ നാം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുക. നമ്മൾ വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും പൊതുവെ ഓതുന്ന ഒരു സൂറത്താണെന്ത്? സൂറത്തുൽ മുൽക്ക്, അല്ലേ? ആ സൂറത്തുൽ മുൽക്കിൽ രണ്ടാമത്തെ ആയത്ത് എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ, അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത വൽ ഹയാത, മൗത്തിനെയും ഹയാത്തിനെയും സൃഷ്ടിച്ചവനാണ്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹ്ക്ക് എന്താ തെറ്റിപ്പോയോ എന്ന് തോന്നിയോ? ജീവിതവും മരണവും എന്നല്ല നമ്മൾ പറയാം. ഏതൊരാളും പറയലെന്താ?
ജീവിതം മരണം അല്ലേ? ഇവിടെ അള്ളാഹ് പറഞ്ഞത് എന്താ? മരണവും ജീവിതവും. എത്രയും അത് കഥ. ജീവിതവും മരണം എന്ന് പറയുന്ന പകരം മാറിപ്പോയ ഉസ്താദ് ഓതിയപ്പോൾ തെറ്റിയതാണ്, അർത്ഥം മാറിയതാണോ? അല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, ജീവിതത്തെയും മരണത്തെയും എന്നല്ല പറഞ്ഞത്, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അപ്പം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇഹലോക ജീവിതം അള്ളാഹിൻ്റെ അക്കൗണ്ടിലില്ല. കാരണം ഇഹലോക ജീവിതം എന്നത് എന്താണ്? തികച്ചും താൽക്കാലികമാണ് അല്ലേ? ഇവിടെ എത്ര നമുക്ക് ആഫിയത്തുണ്ടെങ്കിലും എത്ര നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും എല്ലാം നമ്മൾ വിട്ടുകഴിഞ്ഞ് പോകാൻ എന്താ? മരണത്തോടു കൂടി ദുനിയാവിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ ഇത് താൽക്കാലികമാണ്. അപ്പോൾ ശാശ്വതമായ ജീവിതം എവിടെയുള്ളത്? ശാശ്വതമായ ജീവിതം എവിടെയുള്ളത്? മരണത്തോടു കൂടിയാണ്. അപ്പോൾ ആദ്യം പറയേണ്ടത് ഏതാ? മരണം തന്നെയാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത് എന്ത്? അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത, നിങ്ങളിൽ മരണത്തെ സൃഷ്ടിച്ചവനാണ്, വൽ ഹയാത്ത, മരണത്തിന് ശേഷമുള്ളൊരു ശാശ്വതമായ ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പണിയെടുക്കേണ്ടത് ഏത് ജീവിതത്തിന് വേണ്ടിയാണ്? ശാശ്വതമായ പാരത്രിക ജീവിതത്തിന് വേണ്ടിയാണ്. ഇഹലോക ജീവിതത്തിന് വേണ്ടി തീരെ പണിയെടുക്കേണ്ടതാണോ? ഒരു കച്ചവടം വേണ്ട, നമുക്ക് സമ്പത്ത് വേണ്ട, വീട് വേണ്ട, കാറ് വേണ്ട, മൊബൈൽ വേണ്ട, നല്ല അടിപൊളി വസ്ത്രം വേണ്ട, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം വേണ്ട, കല്യാണം ഒന്നും എല്ലാം വേണം. ദുനിയാവിൽ അല്ലാഹ് ഹലാലാക്കിയ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്ത് എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ദുനിയാവിൽ അല്ലാഹ് ഹസനാത്താക്കിയ എല്ലാ ഖൈറുകളും വേണം, ഹറാമൊന്നും വേണ്ട എന്നുള്ളൂ, മ്ലേച്ഛത വേണ്ട, എല്ലാ ഹസനാത്ത ഖൈറും വേണം. പക്ഷേ അതോടൊപ്പം തന്നെ വഫിൽ ആഖിറത്തി ഹസനത്തൻ, ആഖിറത്തിൽ അല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഈ സ്വർഗം കേൾക്കുന്ന ഒരാൾ ഇത് കൊതിക്കാതിരിക്കൂല, ആ സ്വർഗമാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാൾ ഇതിൽ പോകാൻ ആഗ്രഹിക്കൂല, വഖിന അദാബന്നാർ. അതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന എന്താ? ആ നരകത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ അടയാളം എന്താ? ബുദ്ധിയുള്ളവൻ്റെ അടയാളം എന്താ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി ഈ ദുനിയാവിലെ ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം സമയം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടാത്ത അമൂല്യമായൊരു സമ്പത്താണ് അല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് എന്ത്? കലിമത്താനി മഅബൂലുൻ ഫീഹിമ കസീറുൻ മിനന്നാസ്, കലിമത്താനി നിഅമത്താനി, നിഅമത്താനി മഅബൂലുൻ ഫീഹിമ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അവഗണിച്ച് കളഞ്ഞ രണ്ട് നിഅമത്താണ് ഏത്? അസ്സിഹത്തു വൽ ഫറാഉ. അസ്സിഹത്ത് എന്ന ആരോഗ്യം, ഈ ഒത്ത സമയമാണ് ആരോഗ്യം എന്നാണ്. ആരോഗ്യത്തിന് ഏറ്റവും പരമകാഷ്ഠ ഏതാണ്? ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ ഏകദേശം നമ്മുടെ ഒരു 60 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 55 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത് അല്ലേ? ആ യുവത്വത്തിൻ്റെ ലാസ്റ്റ് ഗ്രേഡായിട്ട് ഞാൻ പറഞ്ഞത് അതാണ്. ആ സമയമാണ് ഏറ്റവും ജീവിതത്തിലെ ബെനിഫിറ്റായ സമയം. ആ സമയത്തെ, ആ ആരോഗ്യത്തെയും ആ സമയത്തെയും നഷ്ടപ്പെടുത്തിയതാണ് ഭൂരിപക്ഷ ആളുകളും ഖേദിക്കുക. നാളെ എവിടെ ഖേദിക്കുക? ദുനിയാവിൽ ചിലപ്പോൾ ഖേദിച്ചോളന്നില്ല, നാളെ ആഖിറത്തിലെത്തുമ്പോൾ എന്തായാലും ഖേദിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നുകൊണ്ട് ഒരു അറാബി ചോദിക്കുന്നൊരു ചോദ്യം മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ്? ഫജാഅ റജുലുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരു റജുൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. സല്ലമ അലൻ നബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി. എന്നിട്ട് സുമ്മ ഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് അവിടുന്ന് പറയാണ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ദൂതരെ, ഫഅയ്യുൽ മുഅ്മിനു അഖിയാസ്, ഫഅയ്യുൽ മുഅ്മിനു അഖിയാസ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? അതൊരു ചോദ്യമാണല്ലോ. നമ്മളൊക്കെ എന്താണ്? മുസ്ലിമീങ്ങളാണ് അല്ലേ? മുഅ്മിനീങ്ങളും കൂടിയാണ്. പക്ഷേ ആ മുഅ്മിനീങ്ങളിൽ തന്നെ ദറജ വ്യത്യാസമുണ്ട്, ഒരു സംശയമില്ല. അപ്പോൾ ഏറ്റവും ബുദ്ധിയുള്ള മുഅ്മിൻ ആരാണ് റസൂലേ? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും മാ ബഅദ ഇസ്തിഹ്ദാദ. അക്സറുഹും ധാരാളമായി, ലിൽ മൗതി ദിക്റാ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ, അതാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകൾ ജീവിതത്തിൽ പരമാവധി ഓർക്കുക, സംസാരിക്കുക, അതിങ്ങനെ എന്ത് ചെയ്യുക? ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ വഅഹ്സനുഹും മാ ബഅദ ഇസ്തിഹ്ദാദ, ആ ഒരു മരണം വന്നെത്തുന്നതിന് മുമ്പ് അതിനു വേണ്ടിയുള്ള
എല്ലാ സംരംഭങ്ങളും ഒരുക്കുക. അതാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗലായി ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കല്ല, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ വാക്കാണ്. എന്താണ്? ഫഫ്അലൂ ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമൽ വലാ ഹിസാബ് വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറത്തി വലാ അമൽ. ഫഫ്അലൂ, നിങ്ങൾ നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങളിൽ നല്ല മത്സരിച്ച് മുന്നേറുക, ഒരാളെയും കാത്തിക്കണ്ട, മത്സരിച്ച് മുന്നേറുക. കാരണം ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമൽ, ഇന്ന് നിങ്ങൾ ദാറുൽ അമലിലാണ്, അമലിൻ്റെ ലോകത്താണ്, അല്ലേ? വലാ ഹിസാബ്, ഇവിടെ എന്തില്ല? ഹിസാബ് ഇവിടെ അല്ല. ഹിസാബ് എവിടെയാണ്? വഅൻതും ഗദൻ ഫീ ദാരിൽ ആഖിറ, നിങ്ങൾ മരിക്കുന്നതോടുകൂടി പിന്നെ എവിടെ എത്തി? ദാറുൽ അമലിൽ നിന്ന് ദാറുൽ ആഖിറിലേക്ക് എത്തി. അതേതാ ദാറുൽ ആഖിർ എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകം. വലാ അമൽ, അവിടെ എന്തില്ല? അമൽ ചെയ്യാനുള്ള അവസരമല്ല. അപ്പോൾ അവസരം നഷ്ടപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. അവസരം ഉപയോഗപ്പെടുത്തുന്നവനാണ് ഉലായിക്കൽ അക്കിയാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനാകുന്നു ബുദ്ധിമാന്മാർ. അപ്പോൾ ബുദ്ധിമാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാഭർത്താക്ക സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ പരിമിതമായ സമയത്തിൽ നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ദർസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫലാഇൽ യൗമുൽ ജുമഅ, ജുമഅയുടെ ശ്രേഷ്ഠത. കാരണം ഈ ജുമഅ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയിൽ മുസ്ലിം ഉമ്മത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടി നിർവഹിക്കുന്ന നിർബന്ധമായ ഖുതുബ, അല്ലേ, ജുമഅ നമസ്കാരം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആരാധന സമയമാണ്. അതാണ് ജുമഅ എന്ന് പറഞ്ഞാൽ. വെള്ളിയാഴ്ച ജുമഅക്ക് വെള്ളിയാക്കും. എന്താ ജുമഅക്ക് പറഞ്ഞാൽ? ജുമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുകയെന്നാണ്. അപ്പോൾ ഒരുമിച്ച് കൂടുകയാണെന്ന് എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിർവഹിക്കുന്ന ഒരു ആരാധനയാണ് എന്ത്? ജുമഅ. മറ്റ് നിസ്കാരം ഒരുമിച്ച് കൂടൽ തന്നെയാണ്, പക്ഷേ അതെല്ലാ ദിവസവും 5 വക്ത് ഉണ്ട്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലായിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരായി പോകും മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്കിതാ പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും യൗമി തലഅതു ഷംസ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഏറ്റവും ഖൈറു യൗമി തലഅതു അലൈഹി ഷംസ് യൗമുൽ ജുമഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസമാണേത്? വെള്ളിയാഴ്ച. അപ്പോൾ ആ വെള്ളിയാഴ്ച നിന്ന് മഗ്‌രിബ് നിസ്കാരത്തോടു കൂടി വെള്ളിയാഴ്ചയുടെ രാവ് ആരംഭിച്ചു കഴിഞ്ഞു, അല്ലേ? വെള്ളിയാഴ്ച പകലെപ്പോഴാണ് ആരംഭിക്കുക? സുബഹി നമസ്കാരത്തോടു കൂടി ആരംഭിക്കും പകല്. വെള്ളിയാഴ്ച രാവ് മഗ്‌രിബ് നമസ്കാരം മുതൽ ഫജ്ർ വരെ ഉണ്ട്. ഫജ്ർ മുതൽ അസർ വരെ വെള്ളിയാഴ്ചയുടെ പകലാണ്. വെള്ളിയാഴ്ച രാത്രി ഏതാണ്? മഗ്‌രിബ് മുതൽ ഫജ്റിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ, അല്ലേ? അപ്പോൾ ഈ ദിവസമാണ് ഏറ്റവും ഖൈറായ ദിവസം. ഫീഹി ഖുലിക ആദമു അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ചതെന്ന എന്നാണ്? വെള്ളിയാഴ്ചയാണ്. അതേപോലെ തന്നെ വഫീഹി ഉദ്ഖില മിൻഹാ, ആദം അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ തൻ്റെ ഇണയായ ഹവ്വാ റളിയല്ലാഹുവിനെയും കൂട്ടി സ്വർഗത്തിലേക്ക് അല്ലാഹു തആല പോകാൻ പറഞ്ഞ ദിവസം ഏതാ? അതും വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം തന്നെ വ ഉഖ്രിജ മിൻഹാ, അല്ലാഹു തആല വിലക്കിയ പഴം തിന്നു, അവിടുന്ന് പുറത്താക്കിയ ഡേറ്റ് എന്നാണ്? മറ്റൊരു വെള്ളിയാഴ്ചയാണ്. വലാ തഖൂമ സ്സാഅ, ഒരിക്കലും തന്നെ ലോകം അവസാനിക്കുകയില്ല ഇല്ലാ ഫി യൗമുൽ ജുമഅ, ഒരു വെള്ളിയാഴ്ച അല്ലാതെ. അപ്പോൾ ലോകാവസാനത്തിൻ്റെ ഡേറ്റ് വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കിയ ദിവസം വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹി സ്വലാം സ്വർഗത്ത് കയറിയ ദിവസം വെള്ളിയാഴ്ചയാണ്. അല്ലാഹു തആല ആദം അലൈഹി സ്വലാം സൃഷ്ടിച്ചതും വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചക്ക് ഒരുപാട് മഹത്വമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫളായിലുമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. 15ഓളം ശ്രേഷ്ഠതയുണ്ട്, 5ഓളം മഹത്വമുണ്ട്. ഇനിയും അതിൽ കൂടുതലുണ്ടാകാം. കിതാബുകൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് കിട്ടാം. ഇതിൽ വേറൊരു കാര്യം, ഈ ഒരു ശ്രേഷ്ഠതയുള്ള ദിവസത്തെ അവഗണിച്ചവരാണ് യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികൾ. നമ്മുടെ നേതാവാര, ലോകത്തിലെ നേതാവാര? അവസാനത്തെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വേദം നൽകപ്പെട്ട പ്രവാചകന്മാരുടെ ജനതയിൽപ്പെട്ട പ്രധാന വിഭാഗമാണ് ആര്? അഹ്ലി കിതാബുകാർ, അല്ലേ? ഈ അഹ്ലി കിതാബ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച എന്ന ഏറ്റവും വലിയൊരു ലോട്ടറി ടിക്കറ്റിനെ ചീന്തിട്ട ആൾക്കാരാണ്. അടിക്കുമെന്ന് ഉറപ്പുള്ള ലോട്ടറി ടിക്കറ്റ്
ഹക്കും ബാത്തിൽ നോക്കാത്ത ഒരാളെ പോക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചീന്തിരോ? അത് പെണ്ണുങ്ങളെ അലക്കിയുള്ള സ്ഥിതി എന്താ? 5 കോടി ഉറുപ്പിയും വലിയൊരു കാറ് ഒരുത്തനടിച്ച് ലോട്ടറി ഹറാമാണ് കേട്ടോ. പക്ഷേ അത് ഹക്കും ബാത്തിൽ നോക്കാത്തൊരു ഹിന്ദു സഹോദരൻ എടുത്ത് നിൽക്കുക. ഓനക്കത് അടിച്ചതായിട്ട് പത്ര റിപ്പോർട്ട് വന്ന് നോക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റ് പെണ്ണുങ്ങൾ പോക്കറ്റിലിട്ട് തിരുമ്പിപ്പോയി. എന്തൊരു നഷ്ടീകാരം! എന്നാൽ അത് ദുനിയാവിന് നഷ്ടമാണ്, ഹറാമായൊരു നഷ്ടമാണ്. വിശ്വാസികൾക്കത് കേട്ടൊരു അത്ഭുതമില്ല. ഞാൻ ഇതിനു വേണ്ടി പറഞ്ഞല്ല, അത് ദുനിയാവിൽ വലിയൊരു കാര്യമായിട്ട് പറയണ ആളുകളുടെ മുമ്പിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ലോകത്ത് അതിനേക്കാൾ വലിയൊരു നഷ്ടമാണ് വെള്ളിയാഴ്ച എന്ന ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ അതിനെ അവഗണിച്ച് കളയുന്ന മുസ്ലിമീങ്ങൾ. കാരണം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമും സ്വഹീഹ് ബുഖാരിയും ചേർന്ന് ഉദ്ധരിക്കുന്നതിനാണ് എന്താ പറയുക? മുത്തഫഖുൻ അലൈഹി. നേരത്തെ നമ്മൾ ഖുദ്സി ഹദീസ് പറഞ്ഞല്ലോ. ഇതൊക്കെ പിന്നെ ഉസൂലുൽ ഹദീസ്, ഹദീസിൻ്റെ നിദാന ശാസ്ത്രം. നമ്മൾ സീറത്തുൻ നബവിയിൽ ഇൻഷാ അല്ലാഹ് അത് പറയും. അപ്പോൾ ഉസൂലുൽ ഹദീസിൽ മനസ്സിലാക്കേണ്ട ഒരു ഇൽമാണെന്ത്? സ്വഹിയായ ഹദീസ്, മുത്തവാത്തിറായ ഹദീസ്, ഖബറാഹായ ഹദീസ്, അപ്പം മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഇതൊക്കെ ഹദീസുകളുടെ പല ദർജകളാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താണ്? 916 പറഞ്ഞ പോലെയാണ്. ബുഖാരി മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ചാൽ പിന്നെ അത് പവന്മാറ്റ ഹദീസായി. പിന്നെ ഒരു നിലക്കും തള്ളാൻ ഏതാനും പറ്റൂല, നിഷേധിക്കാനും അതിനെ സംശയിക്കാനും പോലും പറ്റാത്ത വിധം പവന്മാറ്റ ഹദീസാണ്. അതിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലം കൊണ്ട് നമ്മൾ പിന്തിയ സമുദായമാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉമ്മത്തായ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സമുദായമാണ്. പക്ഷേ അവസാന കാലക്കാരാണ് നമ്മളെങ്കിലും ഖിയാമത്ത് നാളിൽ നമ്മൾ മുൻപന്തിയിലാണ്. അവിടെ നമ്മളെ പ്രത്യേകത. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയാണ് പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ ജനത. നമ്മുടെ ഈ സമൂഹത്തിലെ ഈ മനുഷ്യകുലത്തിൻ്റെ അവസാനത്തെ ആളുകൂടി മരിച്ചാൽ ഈ കർട്ടൻ എന്ത് ചെയ്യും? അള്ളാഹ് നീക്കും. ഇനി ഇവിടെ ജനവിഭാഗം വരാനുണ്ടോ? ഇല്ല. താരീഖുകൾ പറയുന്നു ആദ്യകാലത്ത് ഭൂമിയിൽ ബിന്നി എന്ന് പറയുന്ന വർഗം ഉണ്ടായിരുന്നു. അള്ളാഹു ആലം. ബിന്ന് അത് താരീഖാണ്, താരീഖിൽ പറയുന്നതാണ്. എന്നാൽ പിന്നീട് പറയുന്നു ജിന്നി എന്നൊരു വർഗം ഉണ്ടായിരുന്നു. അത് താരീഖ് മാത്രമല്ല, ഹദീസുകളിൽ കൂടി വന്നതാണ്. മൂന്നാമത്തെ ഒരു ജനവിഭാഗമാണ് ഭൂമിയിലെ അവകാശികളാർ ഇൻസാൻ. അപ്പോൾ ബിന്ന്, ജിന്ന്, ഇൻസ് 3 വർഗം ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയൊരു വർഗ്ഗമല്ല. ഉണ്ടോ? ഇല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലേ? മനുഷ്യനോടുകൂടി ഭൂമി അവസാനിക്കും, അത് തരിപ്പണമാക്കപ്പെടും. അപ്പം നമ്മളാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ ജനതയെങ്കിലും മഹ്ശറിൽ നമ്മൾ 1-ാം പന്തിയിലെത്തും. ഈ ഓട്ടമത്സരത്തിൽ മാരത്തോൺ ഓട്ടമത്സരം അങ്ങനെയാണ്. റിലേ ഓടുമ്പോൾ അങ്ങനെ പറ്റില്ല. റിലേ ഓടുമ്പോൾ മുന്നിൽ തന്നെ ഓടണം. കാരണം ആ സ്റ്റിക്കും പിടിച്ചിട്ട് മുൻപന്തിയിലെത്തിയാലാണ് ലാസ്റ്റത്തോർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാരത്തോൺ ഓട്ടത്തിൽ അങ്ങനല്ല. ആ ഒരു ഓട്ടാണ് ഓടലാണ്. ആ ഓട്ടം ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തൽ ആരെങ്കിലും അറിയോ? ആദ്യം പോയാലല്ല. ആദ്യം കുറേ ആൾക്കാർ ഓടിയിട്ടുണ്ടാവും. ഓലെ പോക്കണ്ട നമ്മൾ ഇവർക്ക് പോലെ എത്തുന്നല്ല. ബാക്കിൽ വരുന്നവരുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ മുന്നിലെത്തും. ഇതാണ് നമ്മളവസ്ഥ. അൽഹംദുലില്ലാ നമ്മൾ അവസാനത്തെ ജനതയാണ്. പക്ഷേ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുയുടെ ശ്രേഷ്ഠത കൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു തആല നൽകിയ വസീലത്തും ഫദീലത്തുമായ സ്ഥാനമാനങ്ങൾ കൊണ്ട് അല്ലാഹു തആല മുൻപന്തിയിലാക്കി നമ്മളെ. നമുക്ക് കിട്ടിയത് വെറുതെ കിട്ടിയത് ലോട്ടറിയാണ്, അതൊക്കെ ടോക്കനാണത്, അല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആദ്യത്തെ ഹിസാബ് നൽകുന്ന വിഭാഗം നമ്മളാണ്. ഫസ്റ്റ് വിചാരണ നമ്മൾ കഴിഞ്ഞിട്ട് മറ്റുള്ള ജനത എടുക്കുള്ളൂ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടുത്തത്? 50,000 വർഷമാണ് മഹ്ശറിൽ ഒരു ദിവസം. ഇന്നത്തെ 24 മണിക്കൂർ എന്നാൽ അവിടുത്തെ കണക്ക് 50,000 വർഷമാണ്. എത്ര കാലം നിൽക്കേണ്ടി വരും ആർക്കും അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുകയാണ്, നമ്മളാണ് പിൽക്കാലക്കാരെങ്കിലും മുൻപന്തിയിൽ നാളെ മഹ്ശറിലെത്തുന്നത് നമ്മളാണ്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ജൂത ക്രിസ്ത്യാനികൾ പിൻപന്തിയിലാകാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച എന്ന മഹത്തായ ദിവസം കൊടുത്തു. പക്ഷേ ആ കാര്യത്തിൽ അവരെന്ത് ചെയ്തു? അവഗണനയും ഭിന്നിപ്പും കാണിച്ചു. അവഗണിച്ചും ചെയ്തു, ഭിന്നിച്ചും ചെയ്തു ആ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ അവർ മഹ്ശറയിൽ നമ്മുടെ പിന്നിലായി. അതാണ് ആ വെള്ളിയാഴ്ച എന്ന ദിവസം കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടും അതോടൊപ്പം മുസ്ലിമുകളായ നമുക്ക് അല്ലാഹു തആല വെള്ളിയാഴ്ച എന്ന ദിവസം നമ്മുടെ റസൂലും സ്വഹാബത്തും സ്വീകരിച്ചു. ആ താവഴിയിലൂടെ നമ്മളൊക്കെ വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്? മാനിക്കുന്നുണ്ട്, അല്ലേ? ഏത് ചവിട്ടി തള്ളിയിട്ട പടിഞ്ഞാട്ട് പോകാത്തവനും വെള്ളിയാഴ്ച എന്നുണ്ടാവും,
ഇമാമ് സലാം കിട്ടുന്നതിന് മുമ്പെങ്കിലും ഓൻ പള്ളിയിലെത്തും, രണ്ടാം കുത്തുബൊക്കെ ആയാലും. അതങ്ങനെയാണ്. യാത്രയും മറ്റു തടസ്സങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ എല്ലാവരും എത്തും. അത് മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല നൽകിയ ഒരു ഫിത്രത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഹ്ശറിൽ മുൻപന്തിയിലായി. യഥാർത്ഥത്തിൽ ജൂതന്മാർ ശനിയാഴ്ച എന്നതിനെ വിശേഷ ദിവസമാക്കി. വെള്ളിയാഴ്ച ദിവസം അല്ലാഹു കൊടുത്തു, ഓലെ മാണ്ടാറ് വിശേഷ ദിവസം ഏതാക്കി? ശനിയാഴ്ചയാക്കി. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ഞായറാഴ്ച ദിവസം വിശേഷ ദിവസമാക്കി. അപ്പോൾ വെള്ളിയാഴ്ച രണ്ട് കൂട്ടർക്കും അല്ലാഹു കൊടുത്തിട്ട് രണ്ടിനെ അവരെന്ത് ചെയ്തു? അവഗണിച്ചും ചെയ്തു, ആ കാര്യത്തിൽ അവർ ഭിന്നിച്ചും ചെയ്തു. ഭിന്നിപ്പുള്ളതുകൊണ്ടാണല്ലോ ജൂതന്മാർക്ക് ശനിയാഴ്ചയും ക്രിസ്ത്യാനിക്ക് ഞായറാഴ്ചയത്. ഭിന്നിപ്പില്ലെങ്കിൽ രണ്ടു കൂട്ടരും വെള്ളിയാഴ്ച ഉണ്ടേ. അപ്പോൾ അവർ ഭിന്നിച്ചു ആ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾക്ക് നൽകി. അതുകൊണ്ട് ആ മുസ്ലിം സമുദായം എന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വെള്ളിയാഴ്ചയെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ജുമുഅ ഞാൻ ഓതി വെച്ച ആയത്താണ്. എത്രാം അധ്യായമാണ്? 62-ാം അധ്യായമാണ്. ഈ സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. എന്താണത്? യാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, ഈമാനുള്ള വിശ്വാസികളെ വിളിക്കുകയാണ് അല്ലാഹു തആല. എന്താ പറയുക? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണെന്ത്? ഇദാ നൂദിയ ലിസ്സലാ, നിങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഉത്ബോധനത്തിലേക്ക് വേണ്ടി, നമസ്കാരത്തിലേക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചാൽ എന്ത് ചെയ്യണം? ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ എന്ത് ചെയ്യണം? ജുമുഅക്ക് നേരത്തെ പുറപ്പെടണം, ധൃതിപ്പെട്ട് പുറപ്പെടണം എന്നാണ്. അതുകൊണ്ടാണ് അതിന് തൊട്ട് താഴെ അല്ലാഹു തആല പറഞ്ഞത് വദറുൽ ബൈഅ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? കച്ചവടം ഒഴിവാക്കണം. ഉണ്ടോ? കച്ചവടം ഒഴിവാക്കണം. അപ്പം ഷട്ടർ വെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ പൊന്തിക്കാൻ തന്നെ പാടില്ല ജുമുഅൻ്റെ മുമ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തെളിവ് നോക്കും? പൊന്തിക്കൽ ഹറാമാണെന്നോ അന്ന് കച്ചവടം നടത്തൽ ജുമുഅ ബാത്തിലാകുന്ന സംഗതിയാണെന്നോ പറയാൻ ഞാനല്ല. പക്ഷെ സ്വഹാബത്തിൻ്റെ അമല് കണ്ടാൽ മനസ്സിലാക്കി ഉലമാക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാം. എന്താണ്? സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ അവർ നാസ്ത കഴിച്ചിരുന്നത് ജുമുഅ പിരിഞ്ഞതിന് ശേഷമാണെന്നാണ്. അപ്പോൾ ഓല ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് അവർ നാസ്ത കഴിച്ച്. അപ്പോൾ എന്താ കാരണം? ഓല് സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലായിരുന്നു. ജുമുഅ കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങൽ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം പല സഹോദരികളും പള്ളിയിലേക്ക് എന്ത് കൊണ്ടുവരും? പലതരത്തിലുള്ള പലഹാരങ്ങളും ഹദിയയായി കൊണ്ടു കൊടുക്കുമായിരുന്നു. എന്താ കാരണം? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ 5 മണിക്ക് പള്ളി കയറി ഇരുന്നാൽ 6, 7, 8, 9, 10, 11, 12 7 മണിക്കൂറെങ്കിലും ഇരിക്കണ്ടേ അല്ലേ? ഈ 7 മണിക്കൂർ ഇരിക്കുമ്പോൾ ഒരു തരി പച്ചവെള്ളമല്ലാതെ വേറൊന്നും കഴിക്കണില്ല. അതുകൊണ്ടായിരുന്നു അവരുടെ നാസ്തയുടെ സമയം വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നാസ്തയുടെ സമയം പൊതുവെ എപ്പോഴാണ്? 8 to 9, 10-ൻ്റെ ഉള്ളിലല്ലേ? അപ്പോൾ ജുമുഅ 10 മണിക്കായിരുന്നു എന്നാണോ? അല്ല, ജുമുഅ എല്ലാവർക്കും ദുഹറിന് ശേഷം തന്നെയാണ്. അപ്പോൾ അവർ നേരത്തെ എത്തി. അവിടെ ദിക്റും ദുആകളും ഖുർആൻ പാരായണങ്ങളും ദീനിയായ ചർച്ചകളുമായിട്ട് അവർ വെള്ളിയാഴ്ചയെ കഴിച്ചു കൂട്ടി. നമ്മളാകെ ആ കാര്യങ്ങളൊക്കെ ചെയ്യലെപ്പോഴാണ്? റമളാനിൽ ചെയ്തെങ്കിൽ ചെയ്ത് അല്ലേ? അവസാനത്തെ 10 ആറ്റിക്കുറിക്കിയ 10 ആളുണ്ടെങ്കിൽ ഓലാണ് ലാസ്റ്റ് കഴിച്ച് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് റമളാനും കണക്ക് തന്നെ. എന്നാൽ ആഴ്ച തോറും യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഇത് ഇബാദത്തിൻ്റെ സമ്മേളനമാണ്. ഇതൊരു ഈദാണ്, ഒരു ആഘോഷം പോലെയാണ്. വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ഉത്ബോധനത്തിൻ്റെ ദിവസവുമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് ഖാലൽ ഹസൻ റളിയല്ലാഹു അൻഹു അമാ വല്ലാഹി മാ ഹുവ സഇയ അലൽ അഖ്ദാം. എന്താ പറയുന്നത്? ഖാല ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ആരാ? സ്വഹാബിയാണ്. അമാ വല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഹുവ സഇയ അലൽ അഖ്ദാം, വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി നിങ്ങൾ മുന്നേറുക എന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമസ്കാരത്തിലേക്ക് വരിക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം അള്ളാഹു ആദ്യം പറഞ്ഞ വാക്കെന്താ? ഇതാ നൂദിയലി സ്വലാന, നമസ്കാരത്തിന് വിളിച്ചാലാണ്.
അപ്പോൾ ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ജമാഅത്ത് തുടങ്ങുന്നതിന് എന്തിനാ നേരത്തെ തന്നെ പോണേ? മാത്രമല്ല ഫസ്ഔ ഇലാ ദിക്രില്ലാന്നുണ്ട്, ധൃതിപ്പെട്ട് പോകണമെന്നാണ്. അപ്പോൾ നിസ്കാരത്തേക്ക് ധൃതിപ്പെട്ട് പോകാൻ പാടുണ്ടോ? ഓടിക്കയച്ച് പോകാൻ പാടുണ്ടോ നിസ്കാരത്തേക്ക്? ഇല്ലല്ലോ. ആകെപ്പാടെ കുപ്പായത്തിന് ഒരു കയ്യിട്ട് പാഞ്ഞ് മൂത്രമൊഴിച്ച് ഓടിയെന്ന് കിതപ്പ് ഒതുർത്ത് അങ്ങനെ ഉണ്ടോ? ഇല്ല. അലൈക്കും ബി സക്കീനത്തി വഖാർ, നല്ല ശാന്തതയോടുകൂടിയും ഗാംഭീര്യത്തോടുകൂടിയുമാണ് നിങ്ങൾ ജമാഅത്തിന് വരേണ്ടത്. അപ്പോൾ ഇന്ന് ഒരു കാര്യം മനസ്സിലായി. എന്ത്? ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ ബാങ്കിനെ കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് ആർക്കും ഓർമ്മ വേണം. വിശ്വാസികളെ നമുക്ക് ഓർമ്മ വേണം. പക്ഷേ സ്വന്തം നഫ്സിനോട് ഒന്ന് ചോദിച്ചു നോക്കാണ്, എത്ര ആളുകൾക്ക് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് വാച്ചൊക്കെ നോക്കിയിട്ട് പഠിച്ചോ ലോറിന് 5 മിനിറ്റ് ഉള്ളൂ, ഞാൻ നിർത്താട്ടെ എന്ന് പറയുന്നത് എത്ര ആളുകളുണ്ട്? ഒന്ന് കൈ പൊക്കുമെന്ന് പറഞ്ഞാൽ എത്ര ആൾക്ക് പൊക്കാൻ പറ്റും? 1-2 ദിവസത്തെ കാര്യമല്ല പറഞ്ഞത്, ജീവിതത്തിൽ സ്ഥിരമായിട്ടാണ് പറഞ്ഞത്. സ്ഥിരമായിട്ട്. ഇനി അത് വേണ്ട, ബാങ്കാണ് കൊടുത്തിട്ട് അത് കഴിഞ്ഞ ജവാബ് കഴിഞ്ഞാലെങ്കിലും ഒതുർത്തുകാണ്ട് പള്ളിക്ക് വരാൻ കഴിയുന്നവർ എത്ര ആൾക്കാരുണ്ട്? അധികം ആളുകളില്ല. ഇക്കാമത്ത് വിളിക്കുന്നതിൻ്റെ 2 സെക്കൻഡ് മുമ്പ് 4 സെക്കൻഡ് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ പോലും ടൈം കിട്ടൂല. ഒരു 20-25 സെക്കൻഡൊക്കെ വന്നാൽ കാണാൻ ആണ്ട് കയ്യട്ടോ, എന്നിട്ട് കോഴി ഉത്തരമായി നിസ്കരിച്ച് ആണ്ട് പോകും. നിസ്കരിക്കും, ജമാഅത്ത് കയറും. ചിലവരെന്ത് ചെയ്യും? കൈ കെട്ടിയാണ്ട് ഫസ്റ്റ് ഫാത്തി ഓതുമ്പോൾ ഇവിടെ ഇക്കാമത്ത് കൊടുക്കും. ലാ ഇദാ ഉഖീമത്തി സ്വലാത്ത വലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നിർബന്ധ നമസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചാൽ പിന്നെ നിർബന്ധ നമസ്കാരമില്ലാത്ത നിസ്കാരം അവിടെ നിർവഹിച്ചാൽ ഹറാമാണ്. ഇതാ ഉഖീമത്തി സ്വല, നിങ്ങൾക്ക് നിസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ വലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, നിർബന്ധ നിസ്കാരം അപ്പുറം പിന്നെ വേറെ നിസ്കാരം പാടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞെന്താ, ഒരാൾ ഇക്കാമത്ത് കൊടുക്കുന്ന മുമ്പ് വാച്ചിക്ക് നോക്കണം. സുന്നത്ത് ശാന്തമായിട്ട് 2 റക്അത്ത് എളുപ്പത്തിലായാലും എല്ലാം ചൊല്ലി റുക്നും വാജിബാത്തുകളും സുനനുകളും തീർത്ത് നിസ്കരിക്കാൻ പറ്റുന്ന 2 റക്അത്തിന് സമയമല്ലെങ്കിൽ ഇരിക്കാതെ അവിടെ നിൽക്കണം എന്നാണ്. ആരാ നോക്കൽ? ക്ലോക്ക് നമുക്ക് ആരാ നിസ്കാര സമയത്ത് നമുക്ക് നോക്കലില്ല. പാഞ്ഞാണ്ട് ചെന്നാണ് നീ ആണ്ട് കയ്യിട്ടു, എന്നിട്ട് കയ്യെട്ടിയാണ്ട് കാണാൻ സുത്രയും ഉണ്ടാവില്ല, ഓരോ ലക്കി ഉണ്ടാവില്ല, ആണ്ട് കയ്യിട്ടു. എന്നിട്ട് അവിടെ ഇക്കാമത്ത് കൊടുത്താൽ കാണാം അപ്പം അങ്ങനെ റുക്കും സുജൂദൊക്കെ കഴിഞ്ഞ് 1ാമത്തെ റക്അത്ത് കഴിയാനാകുമ്പോൾ അത് പാഞ്ഞുന്നുണ്ട്. ഫാത്തിമ നെയ്യത്തൊന്നുമില്ല. എന്തൊരു കഷ്ടമാണ്, എത്ര വലിയ നഷ്ടമാണ് സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ബോധവും അന്തമുള്ള ഇത് കേൾക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക? ഒന്ന് പ്രിപ്പയർഡ് ആകുക, ഒന്ന് ഹറക്കാകുക. കുറച്ചുപോലെ ഞാൻ ഈ റഫലത്ത് നിർത്തട്ടെ, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പായില്ല. നിസ്കാരത്തിന് ജമാഅത്തിൻ്റെ ടൈമിലാണ് എത്തല്. എനിക്ക് മര്യാദ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ല. ശരിക്കും നിസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികൾക്ക് എത്ര സുന്നത്ത് നിസ്കാരം ഉണ്ട്? നിങ്ങൾ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. സുന്നിയാൾ ബാങ്ക് കേൾക്കുക. എന്താ? ഇസ്തിഹാസക്ക് തെളിവായിട്ട് മൂല്യമാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു ഹദീസാണ് റബീഅത്തുൽ കഅബ് റളിയല്ലാഹു അൻഹു ഹദീസ്. എന്താ? റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇശാ കഴിഞ്ഞാൽ വീട്ടിൽ പോകാതെ വീട്ടിൻ്റെ പുറത്ത് അവിടെ നിൽക്കല. എന്നിട്ട് നബി എപ്പോഴെങ്കിലും ഒന്ന് വെള്ളം ആവശ്യപ്പെട്ടാൽ, മൂത്രമൊഴിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടാൽ, കക്കൂസ് പോകണമെങ്കിൽ, നബിക്കൊന്ന് കുടിക്കണമെങ്കിൽ എല്ലാത്തിനും കാതോർത്ത് കാത്തിക്കുക. കാരണം ആ ഖിദ്മത്തിൻ്റെ കൂലി എത്രയെന്ന് ഓൽക്കറിയാം. റസൂലുള്ളാഹിയുടെ ഖാദിമീങ്ങളായി ആ ഖാദിം ചെയ്ത റബീഅത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ ചോദ്യം, സല്ലി യാ റബീഅ തുഅതി, ഇത് ചോദിച്ച റബീഅ എനിക്ക് കിട്ടും. ഇത് കേട്ടോടുകൂടി റബീഅത്ത് റളിയല്ലാഹു അൻഹു ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം പറഞ്ഞു, റബീഅ ഒറ്റയടിക്ക് ചോദിക്കണമെന്ന് ആലോചിക്കാൻ ടൈം ചോദിച്ചു. ആ ടൈം വരുന്നതാണ്. റബീഅത്ത് റളിയല്ലാഹു അൻഹു മറയിലേക്ക് നിന്ന് ആലോചിക്കുകയാണ്. അദ്ദുന്യാ മുൻതഖിയുൻ ഫാനിയ, ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ദുനിയാവിലൊരു വീട്, ഒരു വണ്ടി, സൗകര്യം, ഒരു കച്ചവടം അത് ചോദിച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി ചിലപ്പോൾ ഒപ്പിച്ചു വരും, പക്ഷെ അത് നശിച്ചു പോകും. ചോദിക്കേണ്ടത് ആഖിറാണ്. ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു സീറ്റ് വേണം, എനിക്കത് ആവശ്യം. നിങ്ങൾ അയലക്കാരനാണ്, നിങ്ങളൊപ്പം ഒറ്റ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. എന്തൊരു ചോദ്യമാണത്, വല്ലാത്ത ചോദ്യമല്ലേ. അതാണ് സ്വഹാബത്തിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ. ഉലായിക്കൽ അഖിയാസ് എന്ന് പറഞ്ഞില്ലേ, അത് എഴുത്തുമാനെ അറിയാത്ത സമുദായം എന്ന് പറയുകയല്ല, അവരെപ്പോലെ അക്ഷരജ്ഞാനവും ഇൽമും കൃത്യമായ നോളജുള്ളൊരു മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. ഓരോ സ്വഹാബികളും ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു. കാണാൻ ചിലപ്പോൾ കോലൊന്നും ഉണ്ടാവില്ല, നല്ല മുന്തിയ വസ്ത്രമൊന്നും ഉണ്ടാവില്ല, വലിയ തടിമണ്ണൊന്നും ഉണ്ടാവില്ല, നിറവും ഉണ്ടാവില്ല, പക്ഷെ ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു അവർ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ് അല്ലേ. അപ്പോൾ ആ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചതെന്താണ്? അസ്അലുക മുറാഫതക ഫിൽ ജന്ന, റസൂലെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു സ്ഥാനം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താണോ? അഫഗൈറ ദാലിക്, ഇത് കുറച്ച് സ്ട്രോങ് ഉള്ള ചോദ്യമാണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഫദാക്ക്, എനിക്കതന്നെ മതിയെന്ന്.
ഉടനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താരോ റബീഅ റളിയല്ലാഹുവിനോട് ഫഅന്നി അലാ കസ്റത്തി സുജൂദ്, നീ സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നീ എന്നെ സഹായിക്കണം. എന്താ സുജൂദ് വർദ്ധിപ്പിക്കുക? ഉലമാക്കളെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരം റവാത്തിബല്ലാത്ത നവാഫിലുകളും അതുപോലെ തന്നെ ഇവിടെ രാജകീയമായ സുന്നത്തുകളും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അഫ്ളൽ പള്ളിയേക്കാൾ വീടിനേക്കാൾ അഫ്ളൽ പള്ളിയാണ്. വീട്ടിൽ വെച്ചൊരാൾ സുന്നത്ത് നമസ്കരിച്ചാൽ 25 ഇരട്ടി അല്ലെങ്കിൽ 27 ഇരട്ടി. പള്ളിയിൽ വെച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചാൽ എത്രയാണ്? 1 കൂലി. വീട്ടിൽ വെച്ചൊരാൾ ജമാഅത്ത് നിസ്കരിക്കാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ എത്ര കൂലി? 1 കൂലി. പള്ളിയിൽ വന്നാൽ എത്ര? 27 ഇരട്ടി. അപ്പോൾ 27 ഇരട്ടിയാണ് സുന്നത്ത് നിസ്കാരത്തിന് വീട്ടിൽ കൂലിയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അനുസരിച്ച് ആ സുന്നത്ത് എടുക്കുന്ന ആൾക്കാർ ചിലപ്പം നമ്മളെ തിരങ്ങാടി കൂലിയാണ് മൊത്തം എണ്ണിയാൽ വിരലുണ്ടാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഉറപ്പല്ലേ? എല്ലാവരും പള്ളിയിൽ നിസ്കരിക്കുക. എന്തുകൊണ്ട് നമ്മൾ പെരി പോയാൽ നിസ്കരിക്കൂല? 2 നമ്മൾ പെരിക്കല്ല പോണത്, വേറെ ചുറ്റുപാടിനാണ് പോണത്. അപ്പോൾ പിന്നെ ഓഫീസിലേക്ക് ജോലിക്ക് പല ആവശ്യങ്ങൾക്ക് പോകണേ നമുക്ക് എങ്ങനെ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം പള്ളിയിൽ നിന്ന് നിസ്കരിക്കും. നമുക്ക് 1 കൂലിയെ കിട്ടുള്ളൂ കൂട്ടരെ, ഒറ്റ കൂലി 25 കൂലി 25 രൂപ ഒരു സുന്നത്ത് നിസ്കാരത്തിന് അല്ലാഹു തആല നൽകുന്നതിന് നമുക്ക് 5 നിസ്കരിച്ച് 5 ഉറുപ്പ്യ കിട്ടണുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി? അവിടെ 250 ഉറുപ്പ്യ 245 ഉറുപ്പ്യ പോകുകയാണ് നമുക്ക് അല്ലേ? എന്നാൽ ആ 245 ഉറുപ്പ്യ അടക്കം കിട്ടുന്നൊരു പണി എന്താ? റവാത്തിബ് സുന്നത്തിന് പുറമെ നവാഫിൽ കൊടുക്കണം. നവാഫിലായ സുന്നത്തുകൾ എടുക്കണം. ഇൻഷാ അല്ലാഹ് സുന്നത്ത് നമസ്കാരത്തിന് ശ്രേഷ്ഠതയിൽ നമ്മളത് പറയും. എത്ര സുന്നത്ത് നമസ്കാരം നവാഫിലുണ്ട് എന്നുള്ളത് അത് കേട്ട് നമ്മൾ അന്തം വിടും. ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ 85-ലേറെ സുന്നത്ത് നിസ്കരിക്കാണ്ട്. നമ്മളാകെ 12 റക്അത്തോ അല്ലെങ്കിൽ 10 റക്അത്തോ നമ്മളെ കണക്കിലുള്ളൂ. അല്ല, ഇഷ്ടം പോലെ സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പം ഫഅന്നി അലാ കസ്റത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നീ എന്നെ സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് റബ്ബ് എൻ്റെ കൂടെ നിനക്കൊരു സഹവാസം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ മുഅ്മിനീങ്ങളെ നമ്മൾ വെള്ളിയാഴ്ചൻ്റെ കാര്യത്തിലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? നാളത്തെ സുബഹി, അതായത് വെള്ളിയാഴ്ചയുടെ സുബഹി ഏറ്റവും ഖൈറായ ജമാഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസ് നമ്മളൊന്ന് കേട്ടോളി. എന്താണ്? ഇന്ന അക്മലു സ്വലാത്തി അബ്ദുല്ലാഹി ഇൻദല്ലാഹി സ്വലാത്തു അസ്സുബ്ഹി യൗമുൽ ജുമുഅത്തി ജമാഅത്തിൻ. എന്താണ്? ഇന്ന അക്മല സ്വലാത്തി, തീർച്ചയായും ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് നമസ്കാരം ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത്, സ്വലാത്തു അസ്സുബ്ഹി യൗമുൽ ജുമുഅത്തി ജമാഅത്ത്, വെള്ളിയാഴ്ച ദിവസത്തെ ജമാഅത്ത് നിസ്കാരത്തിനാണ്. വെള്ളിയാഴ്ച ദിവസമാണ് പല ആൾക്കാർക്കും ജമാഅത്ത് ഇഷ്ടപ്പെടുക, സുബഹി. അതുകൊണ്ട് ഇപ്പം തന്നെ മനസ്സിലെന്ത് ചെയ്തോളി, റമദാൻ മാസത്തിൽ നോമ്പ് നിയ്യത്താക്കണ പോലെ മനസ്സിൽ കുറിച്ചിട്ടോളി. അലാറം ഞാൻ വെക്കും, നേരത്തെ ഞാൻ ഉറങ്ങും, എല്ലാ തരത്തിലുള്ള ശുഗലും ഒഴിവാക്കും, വേഗം എന്ത് ചെയ്യുക, തഹജ്ജുദ് നിസ്കരിക്കാൻ നീക്കണം, പള്ളിക്ക് എത്തണം. അതാണ് നിയ്യത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് വലക്കത് നൂഹു അൻ യഇതു സ്വലാത ഇലാഹു അലൈഹി സക്കീനത്തി വവഖാർ വലാകിന്ന നിയ്യതു വൽ ഖുശൂ. നിസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ട് വരുന്ന വിഷയത്തെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ ഇബാറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാം എന്ത്? വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താണ്? കേട്ടോളൂ, ഹദീസാണ്. വിശ്വാസികൾക്ക് ആഴ്ചയിലെ ഒരു ആഘോഷ ദിവസമാണ് വെള്ളിയാഴ്ച. സത്യത്തിന് പെരുന്നാളാണ് നമുക്ക് പൊതുവെ ആഘോഷം ഉണ്ടായത് അല്ലേ? സമസ്തക്കാരായ ആൾക്കാർക്ക് റബീഉൽ അവ്വലാണ് ആഘോഷം ഉണ്ടാകുക. അപ്പോൾ സുന്നത്തായ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഐറ്റങ്ങൾക്ക് കൂടുതൽ പഠിപ്പിക്കാത്തതുകൊണ്ടും കൂടുതൽ ഒരു പണ്ടതും കണ്ടതും കേട്ടതും പഠിച്ചതൊക്കെ ഈ നാട്ടാചാരമായ ബിദ്അത്താണ്. അപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം ഓൾക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. പിന്നെ മാത്രമല്ല ശൈത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഞാൻ ഖൈർ മുടക്കി അവരെ ഷിർക്കിലേക്കും വിദേഹത്തിലേക്കാണ് കൊണ്ടുപോകുകയെന്ന്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇബ്ലീസിന് അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയത്തി, ഇബ്ലീസിന് വൻപാപങ്ങളെക്കാളും ഒക്കെ ഈ മറ്റുള്ള തെറ്റുകളെക്കാളൊക്കെ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിദ്അത്ത് ഷിർക്കുകളോടാണ്. കാരണം എന്താ വെച്ചാൽ തെറ്റ് ചെയ്യണോ തൗബ ചെയ്യും, ബിദ്അത്ത് ഷിർക്ക് ചെയ്യണോ തൗബ ചെയ്യോ ഇല്ല. കാരണം പുണ്യകർമ്മമായിട്ടല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും സമസ്തക്കാർ, അപ്പോൾ നമ്മളങ്ങനല്ലല്ലോ.
മുജാഹിദീങ്ങളായ സഹോദരങ്ങൾ, നമ്മുടെ സലഫി സഹോദരങ്ങളെ, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ അന്ധവിശ്വാസത്തൊക്കെ മാറി നിൽക്കുന്ന എത്രയോ സമസ്തക്കാരുണ്ട് കേട്ടോ. നമ്മളവരെ അന്ധവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോമഡൽ നിർബന്ധമാണ്. എത്രയോ ആൾക്കാർ ഈ ഖുറാഫാത്തിലൊന്നും പങ്കെടുക്കാത്ത ആൾക്കാരുണ്ട്. ആ പാരമ്പര്യ സമസ്തക്കാരനാണ്, ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഒരു ഖുറാഫാത്തിലും പോകാതെ സുന്നത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹു അവർക്ക് ആ പിന്നെ ഫിത്രത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ അവർ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മെമ്പർമാരായി കടന്നു വരട്ടെ. കാരണം എന്താ, ഉദ്ഖുലു ഫി സിൽമി കാഫൻ വല അത്തത്തബി ഖുതുവാത്തി ഷെയ്ത്താന, ഷെയ്ത്താൻ്റെ കാൽപാദം പിന്തുടരാതെ പോകണമെങ്കിൽ എന്ത് വേണം, പൂർണ്ണമായിട്ട് കയറണം. അതുകൊണ്ടാണ് വിശുദ്ധ സഹോദരങ്ങളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ പേരിൽ മുജാഹിദ് ഉണ്ടെങ്കിലും നിങ്ങളെ മുജാഹിദ് എന്താണ്, വ്യാജ നാണയമാണ്, കള്ളനാണയമാണ്, അത് കള്ളനോട്ടാണ്. ഒറിജിനൽ എന്താണോ ഉദ്ഖുലു ഫിസിൽ കാഫ എന്നല്ല പറഞ്ഞെങ്കിൽ ആ കാഫ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയിൽ കേരളത്തിൽ മുജാഹിദ് എന്ന ആ മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങന്നെ വേണം. ഇത് ആയത്തോതിയാണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം കേനമിലേക്ക് മടങ്ങുവാണ് എന്ന് ഞാൻ നാളെ ആരും ദുർവ്യാഖ്യാനിക്കരുത്. അങ്ങനെ മുറിക്കും ചിലപ്പോൾ. കാരണം പണ്ട് കാസിമിൻ്റെ ഒരു ക്ലിപ്പ് മുറിച്ചിട്ടുണ്ട്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമിയ, എല്ലാവരും മുസ്ലിം ലീഗിൽ ഒരുമിച്ച് ചേരുക. മൂപ്പർ അങ്ങനെ തന്നെ അതിന് അർത്ഥം പറഞ്ഞത്, മുസ്ലിം ലീഗിൽ ഒരുമിച്ചിരിക്കാൻ ആയത്തോതി, ഞാൻ കേനമിൽ ഒരുമിച്ചിരിക്കാൻ ആയത്തോതിയിട്ട് ഇതിൻ്റെ അർത്ഥം എന്നതാണെന്നല്ല പറഞ്ഞത്. ഉദ്ഖുലു ഫി സിൽമി കാഫ, പൂർണ്ണമായ ദീനിലേക്ക് പ്രവേശിക്കാൻ എന്ത് വേണം, നിഷേധവും. മർക്കസ് ദഅവക്കാർ ഹദീസുകൾ നിഷേധിച്ചു പോയി. തബ്ലീഗ് ജമാഅത്തുകാർ കുറേ രൂപങ്ങളും ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുറേ ഖുറാഫാത്തും ബിദ്അത്തുകളും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ രാഷ്ട്രീയ ശിർക്കറ്റ് അങ്ങനെയും പോയി അല്ലേ. വിശ്വം വിഭാഗക്കാർ ജിന്ന് ശൈത്താൻ്റെ വിഷയത്തിൽ ഗവേഷണം നടത്തി പിടുത്തം വിട്ട് അവസാനം കാഫറായ ജിന്നിനോട് ഹാളറാണെങ്കിൽ ശിർക്കല്ല, അവായിബാണെങ്കിൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് മേത്ത് കയറി അടിക്കണം, ചവിട്ടണം, കുത്തണം, നുള്ളണം, അവനക്ക് അരുതി ആലും കല്ലുപ്പും വെള്ളമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോലത്തിൽ അങ്ങനെയും പോയി. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ആ അടിക്കല്ലിളകാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു തറവാടുണ്ട്. അതാണ് കേരള ജമിയത്തുൽ ഉലമയിലൂടെ വന്ന കേരളത്തിൽ മുജാഹിദ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ ആ പ്രസ്ഥാനത്തിൽ മെമ്പർ എന്നുള്ളവർക്ക് അതിനെ ന്യായീകരിക്കൽ നമ്മളെ ബാധ്യതയല്ല. നമുക്ക് സംഘടനയെ ന്യായീകരിക്കല്ല, ദീനിനെ ന്യായീകരിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആഘോഷ ദിവസമാണത്. ഇന്ന ഹാദാ യൗമ ഈദിൻ ജമാഅത്തുലില്ലാഹി അൽ മുസ്ലിമൂൻ, ഇബാദാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ എന്ത്, വെള്ളിയാഴ്ച. അപ്പോൾ ജമാഅത്ത് ഒരു ഇബാദത്തിനൊപ്പം തന്നെ ഒരു എന്താണ്, ഈദും കൂടിയാണ് വിശ്വാസികൾക്ക്. വെള്ളിയാഴ്ച ആഴ്ച തോറുമുള്ള ഒരു ഈദും കൂടിയാണ്. അത് ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ, അത് ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ്. ഇനി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു കേട്ടോളൂ, മാമിൻ മുസ്ലിമിൻ യമൂത്ത് യൗമുൽ ജുമഅത്തി ഔ ലൈലത്തുൽ ജുമഅത്തി ഇല്ലാ വഖഹല്ലാഹു ഫിത്നത്തുൽ ഖബരി. സുബ്ഹാന യാ റബ്ബി, അള്ളാഹു നമുക്ക് നൽകട്ടെ. അത് എന്താണ്, മാമിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മുസ്ലിമുകളിൽ മരിക്കുകയാണ്. ഏതാ മുസ്ലിം? തൗഹീദുള്ള, ശുദ്ധമായ ശിർക്ക് കലരാത്ത വിശ്വാസമുള്ള, പരമാവധി സുന്നത്തുകൾ എടുക്കുന്ന, ഹറാമുകൾ കൈയൊടുക്കുന്ന, അള്ളാഹ് കബൂലാക്കുന്ന നഫ്സു തയ്യിബിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവായ ഒരു മുസ്ലിം മരിക്കുകയാണെങ്കിൽ യൗമുൽ ജുമഅത്തി, ആ ജുമഅ ദിവസവും മരിക്കണം. ഔ ലൈലത്തുൽ ജുമഅ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളിയാഴ്ച രാവിലെയെങ്കിലും മരിക്കണം. ഇന്ന് മഗ്‌രിബിന് ശേഷം മരിച്ചാലും നാളെ അസറിന് മുമ്പ് മരിച്ചാലും ഈ പറഞ്ഞ കോട്ടയിൽ ഉൾപ്പെടും. എന്താണ് പ്രത്യേകത കേട്ടോളൂ, ഇല്ല വഖഹല്ലാഹു ഫിത്നത്തുൽ ഖബരി, അവന് ഖബറിൽ എന്തില്ല, ശിക്ഷല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച അസറിന് മുമ്പോ മരണപ്പെട്ടാൽ അവൻ എന്തില്ല, ഖബറിൽ ശിക്ഷയില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം, അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ദീൻ പൂർണ്ണമാകണം. നാട്ടാചാരവും നാട്ടുമാമൂലുകളും സംഘടനാ കക്ഷിത്വങ്ങളും വാശിയും വീറക്കയറ്റി നമ്മളങ്ങനെ പിന്നാലെ പോയാൽ അതൊന്നും കിട്ടൂല. അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ, നമ്മൾ എല്ലാ ആളുകൾക്കും നൽകുമാറാകട്ടെ. മറ്റൊരു പ്രത്യേകത എന്താണ്, പാപങ്ങൾ പൊറുക്കപ്പെടും. കേട്ടോളൂ, ലാ യഅ്തസിലു റജുലുൻ യൗമുൽ ജുമുഅ, പ്രത്യേക ഹദീസ് കേട്ടോളൂ കേട്ടോ. ലാ യഅ്തസിലു റജുലുൻ യൗമുൽ ജുമുഅ, ഈ വെള്ളിയാഴ്ച ദിവസം ഒരാൾ എന്ത് ചെയ്തു, കുളിക്കും. അത് നിർബന്ധമാണ് കുളി. വെള്ളിയാഴ്ച മുസ്ലിമായ, ബുദ്ധി നഷ്ടപ്പെടാത്ത, യാത്രയിലല്ലാത്ത നാട്ടിലുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ സ്ത്രീകളിൽ പോലും വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്തത്, കുളി നിർബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഒരു സ്ത്രീ അവളുടെ വീട്ടുജോലികൾ കഴിഞ്ഞ്
അവൾക്ക് ജുമഅക്ക് എത്താൻ കഴിയുമെങ്കിൽ ഫയക്കൂൻ ഇത്തിയാനിയ ഖൈറൻ ലഹു, അവൾക്ക് ജുമഅക്ക് വരലാണ് ഓളെ ദുർസ്കാരത്തിനാളും ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് പുരുഷന് നിർബന്ധമാണെന്ന് എന്ത് കുളി നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം വെള്ളിയാഴ്ച. സ്ത്രീകളും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ആലം, തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റുകളിലൂടെ ആരെങ്കിലും തിരുത്തി തരിക, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അറിയിച്ചു തരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയ ഇൽമിനെ നൽകുമാറാകട്ടെ. ലാ യഅ്തസിലു റജുലുൻ യൗമുൽ ജുമുഅത്തി വ യതതഹറു മുസ്തതഇൻ മിൻ ഉഹ്രി. എന്താണ്? വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ചിട്ട് നല്ല താളി തേച്ച് അല്ലെങ്കിൽ സോപ്പ് തേച്ച് ഉരച്ച് കക്ഷവും നമ്മുടെ അയഭാഗങ്ങളും നഖവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ജനാബത്ത് കുളിയെ പോലെ തന്നെ നല്ല ശുദ്ധിയായി കുളിക്കുക. എന്നിട്ട് ഇദ്ഹിൻ മിൻ ദഹ്നിഹി, എന്താണ് അവൻ ചെയ്യേണ്ടത്? എന്നിട്ട് അവൻ തലയിൽ എണ്ണ പുരട്ടുക, താളിയിൽ എണ്ണ പുരട്ടുക. അങ്ങനെ പാറി പറന്നിങ്ങനെ ഒന്നായിട്ട് ഒരു വിരൂപയാകാൻ പാടില്ല. നല്ല അടക്കി ഒതുക്കി ബാറിന് വെച്ച് വൃത്തിയാക്കി ഔ യമസ്സഹു മിൻ തയ്യിബി ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്? സുഗന്ധം പരട്ടി ഊതും പരട്ടി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി യൗമുൽ ജുമുഅ. അങ്ങനെ സുമ്മ യഖ്റുജു, അവൻ പിന്നീട് പ്രവേശിക്കുകയാണ് പള്ളിയിൽ. ഫലാ യുഫർരിഖു ബൈന ഇസ്നൈനി, എന്നിട്ട് സൊഫുകൾക്കിടയിൽ വിടവില്ലാതെ സൊഫ് പൂർത്തീകരിച്ചിരിക്കുക. ഫാൻ എവിടെയാണ്, ചുമര എവിടെയാണ്, എ സിൻ്റെ കറക്റ്റ് കാറ്റ് വരുന്ന ഏത് ഭാഗത്താണ്, ഇത് നോക്കിയാണ്ട് ഇരിക്കുന്ന ആൾക്കാരല്ല. മറിച്ച് ഒന്നാമത്തെ സഫിൽ വലത്തെ ഭാഗം, അത് ഫുള്ളായി ഇടത്തെ ഭാഗം, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സഫ്. അങ്ങനെ ഗ്യാപ്പ് അടച്ച് ഒരാൾ വന്നിരുന്ന് സുമ്മ യുസല്ലി മാ ബൈന കുത്തുബല്ലഹു, പിന്നെ അവൻ ഖുത്ബ കേട്ട് തഹിയ്യത്ത് നിസ്കരിച്ച് ഖുത്ബ നിർവഹിച്ച് സുമ്മ യുൻസിതു ഇലാ തകല്ലമൽ ഇമാമു, ഇമാമിൻ്റെ ഖുത്ബ അവന് ശരിക്കും ഉറങ്ങാതെ കൂട്ടുവായിടാതെ തൂങ്ങി ഉറങ്ങാതെ പൗതി കേട്ട് പൗതി വിട്ട് അങ്ങനല്ല, ശരിക്ക് കേട്ടാൽ അടുത്ത പ്രത്യേകത ഇല്ലാ ഗഫറ ലഹു മാ ബൈനഹു ബൈനൽ ജുമുഅത്തിൽ ഉഖറാ, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ ചെറുപാപങ്ങളും സുബ്ഹാനല്ലാഹ് പൊറുക്കപ്പെടും. വൻപാപമല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. ഇനി 10ാമത്തെ പ്രത്യേകത, ഇത് പ്രത്യേകം നമ്മൾ മുതലാക്കിക്കോളി. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം വെള്ളിയാഴ്ച ദിവസത്തിലുണ്ട്. ജുമുഅ ദിവസത്തിൽ എന്തുണ്ട്? വെള്ളിയാഴ്ച എന്ന ഈ ഖുത്ബയുള്ള ജുമുഅയുള്ള ദിവസത്തിൽ എന്തുണ്ട്? ഉത്തരം കിട്ടുന്നൊരു ദിവസമുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ഉത്തരം കിട്ടുന്നൊരു സമയം പ്രത്യേകം പറയുന്നുണ്ടല്ലോ. ആ ദിവസം 1000 മാസങ്ങളുടെ പുണ്യം നമ്മൾ കാത്തിരിക്കുന്ന പോലെ വെള്ളിയാഴ്ചയും ആ ദിവസം നമ്മൾ കാത്തിരിക്കണം. അത് എപ്പോഴാണ് സമയം? ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, കേട്ടോളൂ. ഒന്നാമത്തത് ഫീ യൗമുൽ ജുമുഅത്തി സഅത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹുൽ മുസ്ലിമു വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അതാഹു ഇയ്യാഹു വഖാല ബിയദിഹി യുഖല്ലിലുഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ പറയുന്നത്? ലാ യുവാഫിഖു ഹുവ മുസ്ലിം വഹുവ ഖായിമുൻ യുസല്ലി, ഒരു മുസ്ലിം ആ വെള്ളിയാഴ്ച ദിവസം അവൻ നമസ്കരിച്ചിരുന്ന് ആ കറക്റ്റ് സമയത്ത്, എങ്ങനെ ഈ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് കറക്റ്റായിട്ട് അവൻ നിസ്കരിച്ചിരുന്ന് അദ്കാറുകൾ ചൊല്ലി യസ്അലുല്ലാഹ ശൈഅൻ, അള്ളാഹുവിനോട് അവൻ എന്ത് ചോദിച്ചാലും ഇല്ലാ അതാഹു, അള്ളാഹു തആല എന്ത് ചെയ്യും? അവന് അത് നൽകാതിരിക്കുകയില്ല ചോദിച്ചത്. വഖാല ബിയദിഹി, റസൂലുള്ള കൈകൾ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത് കേട്ടായിട്ടില്ലല്ലോ, യുഖല്ലിലുഹാ ബിയദിഹി, റസൂലുള്ള കൈ ഇങ്ങനെ പിടിച്ചത്, ഇങ്ങനെ പിടിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? യുഖല്ലിലു എന്ന് പറഞ്ഞാൽ എന്താണ്? ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് അല്ലേ? യുഖല്ലിലുഹാ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമുള്ളതുള്ളൂ. അപ്പോൾ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ലൈലത്തുൽ ഖദർ അങ്ങനെയാണല്ലോ, ലൈലത്തുൽ ഖദറിനെ പോലെ ഒരു കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇനി ആ സമയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അതൊരു ക്ലൈമാക്സ് ആയിട്ട് അവിടെ കിടക്കുക. ഈ ഹദീസ് കൂടി കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, സമയമുണ്ട് ഇൻഷാ അല്ലാഹ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? കേട്ടോളൂ. ഫീഹ അത്താനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. വഫീ യദിഹി മിർആത്തുൻ ബൈളാഉൻ, ഒരു വെളുത്ത കണ്ണാടി റസൂലുള്ളാഹിൻ്റെ കയ്യിലുണ്ട്. ആരുടെ കയ്യിൽ? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വെള്ള ഫ്രെയിമുള്ള കണ്ണാടിയായിട്ട് വന്നു. വെള്ള ഫ്രെയിം, ആ വെളുത്ത ഫ്രെയിമുള്ള ഒരു കണ്ണാടിയുമായി വന്നു. ഫീഹ നുഖദതുഹു അസ്സൗദാ, ആ വെള്ള ഫ്രെയിമുള്ള കണ്ണാടിയിൽ ഒരു കറുത്ത കുത്തുണ്ട്. വെളുപ്പിലൊരു കറുത്ത കുത്ത് വീണാൽ പെട്ടെന്ന് കാണുമല്ലോ. അപ്പോൾ ആ കറുത്ത കുത്തുണ്ടായപ്പോൾ ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ ആദിഹി യാ ജിബ്രീൽ, എന്താ ജിബ്രീലെ ഈ വെള്ള ഫ്രെയിം, എന്താണ് അതിലെ കറുത്ത കുത്ത് എന്താ? ഖാല ആദിഹി ജുമഅത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജുമഅയാണ്.
യുഅറഫുഹാ അലൈക റബ്ബുക ലി തഖൂനു ലക ഇൻദ മിൻ വലി ഖൗമിക മിൻ ബഅദിക. അതായത് നിനക്കും നിൻ്റെ ശേഷം വരുന്ന മുസ്ലിം സമുദായത്തിനും ഒരു ആഘോഷ ദിവസമാണ് ആ കറുത്ത കുത്താകുന്ന വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു എന്ത്? ഇല അൻ ഖാല മാ ലനാ ഫീഹാ അയ്യു മിനൽ ഫദ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീലെ ഞങ്ങൾ അതിൽ എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത്? അതായത് ഈ പറഞ്ഞല്ലോ അത് വലിയ ശ്രേഷ്ഠതയാണ്, അതിൽ എന്താണ് ശ്രേഷ്ഠതയുള്ളത്? ഖാല ഫീഹാ ഖൈറുൽ ലക്കും. അത് മുഴുവൻ ശ്രേഷ്ഠതയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽ അസർ വരെ ഫുള്ള് ശ്രേഷ്ഠത തന്നെ ഉള്ളൂ, അതിൽ ഒന്നും കുറക്കാനില്ല, മുഴുവൻ മുതലാക്കാനുള്ള സമയമേ ഉള്ളൂ. പക്ഷെ ഫി ആ സാഅത്തുൻ, അതിൽ ഒരു സമയമുണ്ട്, മൻ ദആ റബ്ബുഹു ഫീഹാ ബി ഖൈറിൻ ഹുവലഹു അസ്ലമു ഹുവലഹു അസ്മുൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. അതിൽ ഒരു സമയമുണ്ട്, അതിൽ വല്ലതും ദുആ ചെയ്താൽ അത് അല്ലാഹു തആല എന്ത് ചെയ്യും? അവന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് നൽകാതിരിക്കൂല, വിധിക്കാത്തൊന്നും കിട്ടൂല. വിധിയിൽ എഴുതിയിട്ടുണ്ടോ ആ സമയത്ത് നമ്മുടെ ദുആയും ആ വിധി ഒപ്പായോ? മാഷാ അല്ലാഹ്, അത് അടിച്ചു. അവലൈസ ലഹു ബികസ്മിൻ ഇല്ലാ ദഖല ലഹു മാ ഹുവ അഅലമുഹു മിൻഹു. എന്നാൽ ആ നന്മ അവൻ അല്ലാഹു തആല വിധിച്ചിട്ടില്ലാക്കുക. നമ്മളത് കിട്ടാൻ വേണ്ടി ഉത്തരം കിട്ടുന്ന സമയം മുതലാക്കി ദുആ ചെയ്തു, പക്ഷേ അല്ലാഹു തആല നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനേക്കാൾ മഹത്തമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി എന്ത് ചെയ്യും? ആഖിറത്തിൽ ശേഖരിച്ച് വെക്കും. അവൻ നഷ്ടമല്ല, ഇവിടെ കൊണ്ട് ഉത്തരം കിട്ടിയില്ലെങ്കിലും അവിടെ ശേഖരിച്ച് വെക്കും അല്ലാഹു തആല. എന്നാൽ വല്ല നന്മയിൽ നിന്നും ആ പ്രത്യേക സമയത്ത് അവൻ വല്ല തിന്മയിൽ നിന്നും വല്ല മുസീബത്തിൽ നിന്നും ആ പ്രത്യേക സമയത്ത് അവൻ അള്ളാഹുവിനോട് അഭയം തേടിയാലോ, ആ തിന്മ അവന് വിധിക്കപ്പെട്ടതാണെങ്കിൽ അള്ളാഹു അവനെന്ത് ചെയ്യും? അഭയം നൽകാതിരിക്കില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം, അവന് ഉപദ്രവമായി എന്തെങ്കിലും അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ ദുആ കൊണ്ട് മാറ്റും. എന്നാൽ അള്ളാഹു തആല വിധിക്കാത്തൊരു കാര്യമാണ് അവന് ചോദിച്ചതെങ്കിൽ, അതുപോലെ വിധിച്ചില്ലെങ്കിൽ അത് ആഖിറത്തിൽ അവൻ എന്ത് ചെയ്യും? ഒരു മുതൽക്കൂട്ടായി നൽകും, അതിന് പകരം ദുനിയാവിൽ വേറെ കൊടുക്കുകയും ചെയ്യും. കണ്ടോ? അതിനേക്കാൾ വലിയ തിന്മയിൽ നിന്ന് അള്ളാഹു അവനെ അഭയം നൽകുകയും ചെയ്യും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽത്തു മാ ഹാദിഹി നുക്തത്തു സൗദ. എന്താണ് ആ കറുത്ത കുത്ത്, ആ കണ്ണാടിയിൽ കണ്ട കറുത്ത കുത്ത്? ഖാല ഹിയ സാഅത്തുൻ. അത് എന്താണ്? ഖിയാമത്ത് നാളാണ്, വെള്ളിയാഴ്ച അല്ല, ഖിയാമത്ത് നാളാണ്. ആ കറുത്ത കുത്ത് എന്താണ്? ഖിയാമത്ത് നാളാകുന്നു. അപ്പോൾ ഈ സമയം എപ്പോഴാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ ജുമായുടെ പ്രത്യേക ഉത്തരം കിട്ടുന്ന സമയം എപ്പോഴാണ്? പ്രബലമായ അഭിപ്രായം എന്താണ്? വസാഅത്തു അൽ ഹിജാബത്തു ഫീഹി കൽ ലൈലത്തുൽ ഖദരി കമാ റമളാൻ. അതായത് റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിനുള്ള സ്ഥാനം പോലെയാണ് വെള്ളിയാഴ്ചയിലെ ഈ ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറയുന്ന സ്ഥാനം. വെള്ളിയാഴ്ചയിലെ റമളാനിലെ ലൈലത്തുൽ ഖദർ പോലെയാണ്, അത്ര ശ്രേഷ്ഠതയുള്ള സമയമാണ്. അപ്പോൾ ഇമാം മിമ്പറിൽ ഇരുന്ന് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഇമാം മിമ്പറിൽ ഇരിക്കുമല്ലോ, ആ ഇരിക്കുന്ന സമയം ജുമാ അവസാനിക്കുന്ന വരെ എന്നാണ്. അതിൻ്റെ ഇടയിൽ ഖുത്ബ ബാത്തിലാകാത്ത രൂപത്തിൽ എപ്പോൾ ദുആ ചെയ്താലും അത് കിട്ടുമെന്നൊരു അഭിപ്രായം. പക്ഷെ അതൊരു ഖലീലായ വളരെ ന്യൂനപക്ഷമായ അഭിപ്രായമാണ്. ജുംഹൂറത്തുൽ ഉലമാ ഏറ്റവും പ്രബലമായ അഭിപ്രായം അതാണ്. ഏതിൽ നമ്മൾ എടുക്കേണ്ടത് അതേതാണ്? സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹിയ മാ ബൈന യജ്ലിസുൽ ഇമാമു ഇലാ അൻ തഖ്സി അസ്സലാത്തി. അതാണ് ഞാൻ പറഞ്ഞ സമയം. എന്നാൽ പ്രബലമായ അഭിപ്രായം എന്താണ്? അത് ഇൽതമിസു അസ്സാഅത്തി അല്ലദീ തുർജാ ഫീഹി യൗമുൽ ജുമുഅത്തി ബഅദൽ അസ്രി ഇലാ വഖൂബത്തി ശംസി. അതാണ് ഏറ്റവും പ്രബല സമയം. വെള്ളിയാഴ്ച അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള സമയം. അപ്പോൾ 24 മണിക്കൂറിൽ, വെള്ളിയാഴ്ച എന്ന 24 മണിക്കൂറിൽ എത്ര ഉള്ളൂ ആ സമയം? അസറിന് ശേഷം എന്നാൽ ഒരു 4:10 കൂട്ടിക്കോളി, 4:10 മുതൽ 6:20 വരെയുള്ള സമയം തന്നെ എത്ര ഉള്ളൂ? 1 മണിക്കൂറും 10 മിനിറ്റും അല്ലെങ്കിൽ 2 മണിക്കൂറും 10 മിനിറ്റും അല്ലേ ഉള്ളൂ. 24 മണിക്കൂറിൽ അത്രേ ഉള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് മുതലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നമ്മുടെ തടസ്സങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് തീരും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഓഫറുകൾ ഉണ്ടെങ്കിലും ഓഫർ എടുക്കാൻ നമ്മൾ തയ്യാറല്ല. എന്നാൽ ദുനിയാവിൽ ഓഫർ ഉണ്ടെങ്കിലോ പെരിയിൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ മര്യാദയ്ക്ക് ഇരുത്താൻ അയക്കൂല. റമളാൻ അവസാനത്തെ 10 ശരി പോയി മനസ്സിലാ തറാവി മുതൽക്കുകയും ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞാണ് ഈ പായും. കാരണം എന്താ? ആദായമാണ് വിൽപ്പന അല്ലേ? റമളാൻ ഓഫർ, ബക്രീദ് ഓഫർ, അത് അടിച്ച് കയറ്റിയല്ലേ. ഇവിടെ ഈ അള്ള പറഞ്ഞ ഓഫർ എടുക്കാൻ ആരുമില്ല. ഇനി ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൻ അസല യൗമുൽ ജുമുഅത്തി വഅതസിൽ. ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ചു കഴുകി പിന്നെ
എന്താണ് അവനെന്ത് ചെയ്യാണ്, അവന് പള്ളിയിലേക്ക് വരികയാണ്. വബക്കറ വബത്തക്കറ, നേരത്തെ അവന് പള്ളിയിലേക്ക് പുറപ്പെട്ടു. പക്ഷെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞു, വല വ മഷാ വലം ഇർക്കബ്, നടന്നു പോണ വാഹനത്തിൽ കയറാതെ. അതൊരു നിബന്ധനയാണ്. ഈ ഓഫർ പറഞ്ഞ ആളുകൾക്ക് നിബന്ധന എന്ത്, നടന്നു പോകണം, വാഹനത്തിൽ കയറാൻ പാടില്ല. മഷ നടക്കണം, വലം ഇർക്കബ്, വാഹനത്തിൽ പോകരുത്. അങ്ങനെ ഒരാൾ പോയാൽ വ ദനാമിനൽ ഇമാമി, അങ്ങനെ ഫസ്തമി അല വലം പിന്നെ അവനെന്ത് ചെയ്യാണ്, ഇമാമിൻ്റെ ഖുതുബ ശബ്ദിച്ച് കേട്ട് കഴിഞ്ഞാൽ, കേട്ടോളിട്ട് ഇനി കൂലി കേട്ടോളേ, കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമല സനത്തിൻ, അവൻ്റെ ഓരോ കാലടികൾക്കും ഓരോ വർഷത്തെ പ്രതിഫലം കിട്ടും. ഓരോ കാലടിക്കും ഒരു വർഷത്തെ പ്രതിഫലം കിട്ടും. മാത്രമല്ല അജുർ സിയാമിഹ വ ഖിയാമിഹ, അഥവാ ഒരു വർഷത്തെ നോമ്പിൻ്റെയും ഒരു വർഷത്തെ നമസ്കാരത്തിൻ്റെയും പ്രതിഫലം. സ്വഹീഹ് മുസ്ലിം. അപ്പോൾ ഒരു വിശ്വാസിക്കാണ്. എന്നാൽ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിടത്ത് എന്ത് പറയുന്നുണ്ട്, ഖത്തീബുമാർ. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകേണ്ട ആളുകളുണ്ടാവും. അങ്ങനെ ആളുകൾക്ക് ആ പോകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, റബ്ബിനറിയാലോ നമ്മളെ അവസ്ഥകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അസുഖമുള്ള ആളുകളോ അതുപോലെ നിർബന്ധമായിട്ട് ഖുതുബക്ക് പോകേണ്ടവരോ അവരെ കൂടെ പോകേണ്ട ഖാദിമീങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ കൂലി നടന്നു പോയില്ല ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെടുമോ എന്ന് ദുഃഖം വേണ്ട, റബ്ബിനോട് നമ്മൾ ചോദിക്കുക. അള്ളാഹ് കാരുണ്യവാനാണ്, വലായ് ഉദലമോൻ, ഒരു അനീതി കാണിക്കാത്തവനാണ്. അപ്പോൾ അതുകൊണ്ട് ഓഫർ പ്രതീക്ഷിച്ചുകൊണ്ട് നടന്നു വരാൻ തൊട്ടടുത്ത പള്ളി സാധനം ഒരു നടന്ന് ഞാൻ പോവുക. വാഹന സൗകര്യം ഉണ്ടെങ്കിലും ഈ ദിവസത്തിൽ ആ ഒരു സമയം എന്ത് ചെയ്യുക, നടന്നു പോവുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇദാ കാന യൗമുൽ ജുമുഅത്തി കാന അലാ കുല്ലി ബാബിൻ പിന്നെ അബുവാബിൽ ജന്ന, പിന്നെ കുല്ലു ബാബിൻ അബുവാബിൽ മസ്ജിദി മലക്കാനി, 2 മലക്കൾ എല്ലാ ദിവസവും വെള്ളിയാഴ്ച എന്ത് ചെയ്യും, മലക്കൾ പള്ളിയിൽ വരും. യക്തബൂന അവ്വൽ ഫല്ലവ്വൽ, ആദ്യം വരുന്ന ആൾക്കാരെന്ത് ചെയ്യും, എഴുതും. പിന്നെ ഫഇദാ ജലസ അൽ ഇമാമു, പിന്നെ തവോസുഫവും, ഇമാം മെമ്പറിൽ കയറി സലാം ചൊല്ലിയാൽ 7 മടക്കി വെക്കും. അപ്പോൾ അതുവരെ പള്ളിയിൽ വരുന്ന ലിസ്റ്റ് മലക്കളുടെ രേഖയിലുണ്ടാവുള്ളൂ, പിന്നെ വരുന്നവരുടെ രേഖയിലുണ്ടാവില്ല. അപ്പോൾ 50 കൊല്ലം ജുമാക്ക് പോയിട്ടും പഠിച്ചവനെ കൂലിയിട്ടില്ലല്ലോ എന്ന് അള്ളാഹുടെ അടുത്ത് പോയാൽ അള്ളാഹ് പറയുന്നത്, മീറ്റിങ്ങിന് വന്നതിന് പക്ഷേ മിനിറ്റ്സ് ഒപ്പിട്ട് രസം വന്ന്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ, മീറ്റിംഗ് തുടങ്ങി മിനിറ്റ്സ് ഒപ്പിട്ട് കഴിഞ്ഞ് എടുത്ത് വെച്ച് ചർച്ച തുടങ്ങിയാൽ പിന്നെ വന്നിട്ട് കള്ളൊപ്പിടാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഒപ്പിടുന്നുണ്ട്, മാഷന്മാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ കമ്മിറ്റി അംഗങ്ങളൊക്കെ. അത് പറ്റൂല. അതേപോലെ മലക്കുകളെ വീട്ടിൽ തിരികെ കയറ്റാൻ പറ്റൂല. ഒരു ഇമാമ കയറി അപ്പം ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും, ഇസ്തമീഊന ദിക്ർ, ഖുത്ബ കേൾക്കുകയും ചെയ്യും. ഖുത്ബ പോലെ കേൾക്കും. അങ്ങനെ വമിസ്ലൽ മുഹജ്ജിര കമിസ്ല യൗമുൽ ബദൻ, അങ്ങനെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നവൻ്റെ ഉപമ ഒരു ഒട്ടകത്തെ അറുത്ത് ബലിദാനം കൊടുത്തവനെ പോലെയാണ്. എന്നാൽ സുമ്മക്കല്ലതി യഹ്ദി ഇലൽ ബക്ക, അതിന് ശേഷം വരുന്നവൻ്റെ ഒരു ആടിനെ അറുത്ത് കൊടുത്തവൻ്റെ കൂലിയാണ്. സുമ്മക്കല്ലതി യഹ്ദി ഇലൽ കബിഷ്, ആദ്യത്തെ പിന്നെ ഒട്ടകം കഴിഞ്ഞാൽ ബക്കറ എന്നാണ്, കബിഷ് കുട്ടനെ പോത്തിനൊക്കെ അറുത്ത് കൊടുത്ത കൂലിയാണ്. അതും കഴിഞ്ഞാൽ പിന്നെന്താണ്, കബിഷ് ആടിനെയാണ്. സുമ്മക്കല്ലതി യഹ്ദി അദ്ദജാൽ, അല്ലാത്തവനെ ഒരു എന്താണ്, ഒരു നാടൻ കോയിന് അർത്ഥത്തെ കൂലിയാണ്. ദജാജാണ് പെടക്കോയിയാണല്ലോ, ദീക്കാനുള്ള പൂവൻ കോയി. അപ്പോൾ ദജാജാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു പെൺകോയിനെ കൊടുത്ത കൂലിയാണ്. സുമ്മക്കല്ലത്തി എഴുതി അത്, അതും കിട്ടാത്തവർക്ക് ഒരു കോയിമുട്ട. നമുക്ക് കോയിമുട്ടൻ്റെ തൊണ്ട് കിട്ടുമോ? റോസാപ്പൂവിന് വളമിടാൻ വേണ്ടിയിട്ട് 4 ആൾ പൊട്ടിച്ച ചുമക്ക് പോയ ആൾക്കാരെ കോയിമുട്ടൻ്റെ തോട് കിട്ടുകയാണെങ്കിൽ അതൊരു ഉറയിലാക്കിയാണ്ട് റോസാപ്പൂവിന് വളമിടേണ്ടി വരാം, അതും കിട്ടൂല. കാരണം എന്താ, അതും ആൾക്കാർ കൊണ്ടുപോയിട്ട് പല ആൾക്കാർ എത്തുക. എന്താ നമ്മളെ കഥ? അള്ളാഹു തആല ഒട്ടകത്തെ കൂലി തന്ന് 24 മണിക്കൂറുള്ള ആ സമയം മുതലാക്കാൻ തൗഫീഖ് അള്ളാഹു തരട്ടെ. എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദിനെയും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തികവും പൈശാചികവുമായ എല്ലാ വിഷമങ്ങളെയും അള്ളാഹു തആല പൂർണ്ണമായി നമ്മളിൽ നിന്ന് ദൂരീകരിച്ച് തരുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖാമത്തുള്ളാഹി.